നമസ്കാരം. ഇന്ന് നമ്മളൊരു വെറൈറ്റി കട്ട്ലറ്റുമായിട്ടാണ് നമ്മുടെ പത്തനംതിട്ട അമ്മച്ചി വന്നിരിക്കുന്നത്. ട്യൂണ ഫിഷ് കൊണ്ടുള്ളൊരു കട്ട്ലറ്റ് അല്ലേ? അതെ. എന്നെ ട്യൂണ ഫിഷ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്നാ? തിൻ ഫിഷാണ്, പിന്നെ നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്, മുള്ളൊന്നും ഇല്ല. അപ്പം ടിന്നിനകത്ത് വരുന്നതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്ത് വരുന്നതുകൊണ്ട് മുള്ളൊന്നും ഉണ്ടാവുകയില്ല. ഈ ട്യൂണ ഫിഷ് കുറെ കാലം സൂക്ഷിച്ചു വെക്കാനൊക്കെ പറ്റും. സൂക്ഷിച്ചു വെക്കാം, നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യാതിരുന്നാൽ മതി. ഇത് മക്കള് കൊണ്ടു തന്നതാണോ? അതെ അതെ. രണ്ട് ടിന്നാണിത്, 150 ഗ്രാമിന്റെ 2 ടിന്നിലെ ഫിഷായത്. നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോണത് 150 ഗ്രാം ട്യൂണ ഫിഷ് കൊണ്ടാണ്. 2 ടിൻ ഫിഷ്. അപ്പം പിന്നെ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. ഉള്ളിയുണ്ട്, വലിയ ഉള്ളിയാണ്, സവോള 2 എണ്ണം അരിഞ്ഞാണ്. പിന്നെ 2 പൊട്ടറ്റോ പുഴുങ്ങിയത് ഇരിപ്പുണ്ട്. കുരുമുളക് പൊടിയുണ്ട്, ഗരം മസാല, അല്പം മല്ലിപ്പൊടി, കാശ്മീർ ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയാണ്, ഉപ്പ്, അല്പം നാരങ്ങാ നീര്, മുട്ടയുണ്ട്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞുണ്ട്, മല്ലിയിലയുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഉണ്ട്, ഫിഷുണ്ട്, എണ്ണയുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന അതേ രീതി തന്നെ. ഫിഷ് മാത്രം മാറിയെന്ന്. അപ്പൊ എന്തായാലും ഒരു അടിപൊളി കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഓക്കെ, എന്നാ തുടങ്ങിയാലോ? തുടങ്ങാം. സ്റ്റവ് കത്തിച്ച് അല്പം എണ്ണ ഒഴിക്കാം. കുക്കിങ്ങുമില്ല എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സവോള ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട്. സവോള ഒന്ന് വഴന്ന് വരാനായിട്ട് അല്പം ഉപ്പ് ഇടും. സവോള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ച് വെക്കുകയാണ്. വെന്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പൊടിച്ചെടുക്കണം, അല്ലെങ്കിൽ കട്ട്ലേറ്റിന് പൊടി കിടന്നാൽ ശരിക്കും നമുക്ക് കുഴച്ചെടുത്ത് ഇത് ചെയ്യാൻ പറ്റത്തില്ല, പൊടിഞ്ഞു വരും. ഇപ്പം പീസൊന്നും ഇല്ലാതെ വേണം എടുക്കാൻ. വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ഇതാണ്. ഇഞ്ചിയും സവോളയും വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇടും. ഇഞ്ചി, സവോള, വെളുത്തുള്ളി ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അല്പം പച്ചമുളക്, 4 പച്ചമുളക് അരിഞ്ഞാണ്, അത് ചേർക്കും. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് കരിയാപ്പില ഇടും. പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി തുടങ്ങി. ഇനിയും കരിയാപ്പില ഇടും, അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിയാപ്പില. കട്ട്ലേറ്റിനായതുകൊണ്ട് വലിയ പീസൊക്കെ ആണെങ്കിൽ ഇത് ലാസ്റ്റിലിങ്ങനെ നമ്മൾ ഇത് ശരിയാക്കി എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അതിനു വേണ്ടിയാണ് അരിഞ്ഞ് കരിയാപ്പില വെച്ചത്. ഉള്ളി, സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം പരുവത്തിനായിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ട്യൂണ ഫിഷ് ഈ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്.
ചെറിയ പീസുകളാണ്, അതൊന്ന് ഉടച്ചെടുത്തെങ്കിൽ കട്ട്ലേറ്റിന് പാകത്തിനാകത്തുള്ളൂ. പീസെല്ലാം ഉടക്കുകയാണ്. ചെറിയ നെല്ലിക്ക പരുവത്തിനുള്ളത് തൊട്ടുണ്ട് പീസുകൾ ചെറുത്. ട്യൂണ ഫിഷിനും അല്പം എണ്ണയൊക്കെ ഉള്ളത് കൊണ്ടാണ് എണ്ണ കുറച്ച് ചേർത്തുള്ളൂ. ഇനി മസാലകളെല്ലാം ഒന്ന് ഇടാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, അല്പം കാശ്മീർ ചില്ലി മുളക് പൊടി, അല്പം മല്ലിപ്പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, മസാലകളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റിലാണ് പെരുംജീരകത്തിൻ്റെ പൊടി അല്പം ഇടുന്നത്, അതിൻ്റെ സ്മെല്ലും ഒക്കെ കിട്ടാൻ വേണ്ടി. പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഉടച്ച് ഇടുകയാണ്. നന്നായി ഉടച്ച് ഇതിലേക്ക് 1 സ്പൂണ് നാരങ്ങ നീരൂടെ ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം. ആദ്യം സവോള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പേ ഇട്ടുള്ളൂ, അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇടും. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുത്ത് എണ്ണയ്ക്കകത്തിടാം. അല്പം തണുക്കണം. ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ ട്യൂണ ഫിഷ് കട്ട്ലേറ്റിൻ്റെ ഇതെല്ലാം വെന്ത് ഇരിക്കുകയാണ്. ഇനിയും ഒരു 10 മിനിറ്റ് ഒന്ന് തണുത്തിട്ട് നമുക്ക് ഉരുട്ടി ഏത് ഷേപ്പിൽ വേണേലും ആക്കി കട്ട്ലേറ്റ് ആക്കാം. 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മിക്സ് എല്ലാം തയ്യാറായിട്ടുണ്ട്. അത് തണുത്ത് തുടങ്ങി. ഇനിയിപ്പോൾ അല്പം മല്ലിയില കൂടെ വാരിയിട്ടിട്ട് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ കൂട്ട് ശരിയായി തണുത്തു. ഇനി നമുക്കതൊന്ന് ഉരുട്ടി ഷേപ്പിലാക്കി വെക്കാം. ഒരു റൗണ്ട് ഷേപ്പ് ആക്കാം, ഓവൽ ഷേപ്പ് ആക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് റൗണ്ട് ഷേപ്പാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് റൗണ്ടിലാക്കുകയാണ് നല്ലത്. പൊടിഞ്ഞു പോകാതെ അല്പം പരത്തി ഓവൽ ഷേപ്പിലും ഉണ്ടാക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, അപ്പോൾ റൗണ്ടോ ഓവലോ എങ്ങനെ വേണേലും ഉണ്ടാക്കാം. ഇത് ഹാൻഡ് മെയ്ഡാണ്. ഇപ്പോൾ റൗണ്ടിലാണ് ഇച്ചിരി കൂടെ ഷേപ്പ് കാണാൻ നല്ലത്. ഇറച്ചി വട എന്ന് പറഞ്ഞ പോലെ മീൻ വടയായിട്ട് നമുക്ക് കഴിക്കാം. ആവശ്യത്തിനുള്ള എണ്ണയേ ഉള്ളൂ, ലൂസായി പോയില്ല, നല്ല കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ട്യൂണ കട്ട്ലേറ്റിന് എല്ലാം ഷേപ്പിൽ ഉരുട്ടി വെച്ച് പിന്നെ റൗണ്ട് ആക്കി വെച്ചു. 14 കട്ട്ലേറ്റ് ഉണ്ട് എനിക്ക് കിട്ടിയത്. ഇനി എണ്ണയിലേക്ക് ഇടാനായിട്ട് പോവുകയാണ്. പാത്രം ചൂടായി എണ്ണ ഒഴിക്കുക.
നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. കട്ട്ലേറ്റ് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിച്ചതിനകത്ത് ഇടുകയാണ്. ഇടത് കൈ കൊണ്ട് ഇടുകയാണ്, നനഞ്ഞു പോകാതിരിക്കാൻ. ബ്രെഡിൻ്റെ പൊടിയെല്ലാം നനഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കുഴഞ്ഞ പോലെ ഇരിക്കും. പിന്നെ കട്ട്ലേറ്റ് എണ്ണയിലിടുകയാണ്. ഇനി ഓരോന്ന് ആദ്യം ഇട്ടത് തിരിച്ചിടാം, തിരിച്ച് മറിച്ച് വിടാം. ഇതെല്ലാം വെന്ത സാധനങ്ങളാണ്, അതുകൊണ്ട് ശരിക്കും ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് വേകും. എണ്ണയിലിട്ട് ചൂടെണ്ണയിലല്ലേ, അപ്പോഴത്തേന് ശരിയാവും. ആദ്യം ഇട്ടത് എടുക്കാം. ഒരു സൈഡ് മറിച്ചിട്ടുമ്പോൾ പൊടിഞ്ഞു പോകാതെ ഒരു സൈഡ് വെന്തിട്ട് മറിച്ചിടണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ 14 ടൂണ കട്ട്ലേറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. പക്ഷേ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടെന്ന് നോക്കുക. കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ബേക്കറികളിലുമൊക്കെ കഴിച്ചു നോക്കുക, കിട്ടുന്ന അതേ കട്ട്ലേറ്റിൻ്റെ ഇത്. അങ്ങനെ നമ്മുടെ ട്യൂണ കട്ട്ലേറ്റാണ്. അടിപൊളിയായിട്ട് അമ്മച്ചി നല്ല ടൊമാറ്റോ സോസൊക്കെ തന്നിട്ടുണ്ട്. സൂപ്പറാട്ടോ, അതിൻ്റെ ടേസ്റ്റ് അപാരം. ആ നല്ലല്ലേ, ടേസ്റ്റ് നോക്കിയോ? ഒന്ന് മുറിച്ച് അതെ നോക്കിയോ, എല്ലാം വെന്തതാ, പിന്നെ പുറം വെന്താൽ മതിയായിരുന്നു. വെന്ത സാധനമല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ടൂണ അങ്ങനെ ടൂണ കട്ട്ലേറ്റ് നല്ലതാണ്. അതെ, കട്ട്ലറ്റ് നല്ലതാണ്. കട്ട്ലറ്റ് പൊതുവേ എല്ലാവർക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ. ശരിയാ. അപ്പോൾ ഈ ട്യൂണ കട്ട്ലേറ്റും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യാലിറ്റിയാണ് അല്ലേ. ഒന്ന് ട്യൂണ പിന്നെ എല്ലാവർക്കും കിട്ടാൻ സാധ്യത ഇച്ചിരി കുറവാണെങ്കിലും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒത്തിരി എല്ലാ സ്ഥലങ്ങളിലും തന്നെ കിട്ടുന്നുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ലതായതുകൊണ്ട് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ അതെ ട്രൈ ചെയ്ത് നോക്കണം. ട്യൂണ ചെറിയ ബോട്ടിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അവിടെ നിന്നൊക്കെ മേടിച്ച് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വൈകുന്നേരമൊക്കെ 4 മണിക്കൊക്കെ അല്ലേ, ഒരു ചായക്ക് ഒരു നല്ലതാണ്, സ്പെഷ്യൽ കടിയായിരിക്കും ട്യൂണ. അപ്പോൾ എല്ലാവരും നോക്കുക. അമ്മച്ചീനെ കമൻറ്റിലൂടെ വിവരങ്ങൾ അറിയിക്കുക അല്ലേ. അപ്പം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ. എല്ലാവർക്കും ബൈ.